ഹലോ, ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ പറ്റി സംസാരിക്കാനാണ്. മറ്റൊന്നുമല്ല, ഒരു ഡോളാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ലബൂബു. ഇനി ലബൂബുവിനെ അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിലും അത് വലിയ സംഭവമൊന്നുമല്ല. എന്നാൽ കുറച്ച് സംഭവമായിട്ടുള്ളൊരു പാവയാണ് ഈ ലബൂബു എന്ന് പറഞ്ഞത്. സംഭവം നമ്മൾ ഇത്രയും നാളും എല്ലാവരും ടെഡ്ഡി ബിയറിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം പിറകെയായിരുന്നു. ഇപ്പം എന്താ, ടെഡ്ഡി ബിയറിനെല്ലാം നൈസായിട്ട് മാറ്റി വെച്ചിട്ട് ആൾക്കാർ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. അതായത് നമ്മൾ കീ ചെയിനായിട്ട് ബാഗിൽ തൂക്കാനും അല്ലെ മറ്റെടുക്ക സ്ഥലങ്ങളിൽ തൂക്കാനോ, നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഭംഗിക്ക് വേണ്ടി വെക്കാനോ അതിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു രാക്ഷസ പാവയാണ് ഈ ലബൂബു. ഞാൻ ഈ രാക്ഷസ പാവ എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ, ഹോങ്കോങ് ബോൺ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കേജിൻ ലെൻ എന്ന ആളുടെ ഒരു സീരീസ് ഉണ്ട്, ദ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സീരീസ്. ആ സീരീസിലുള്ള ഒരു രാക്ഷസ കഥാപാത്രമാണ് ഈ ലബൂബു എന്ന് പറഞ്ഞത്. ആ സംഭവത്തിൽ പൊതുവെ ഈ രാക്ഷസ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലബൂബു എന്ന് പറഞ്ഞ സംഭവം ഒരു ഫീമെയിൽ ആയിട്ടുള്ള അതിലുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ സാധനം മാത്രമല്ല, ഇതിൽ വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം മറ്റ് ഓരോരോ പേരുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കാക്കോ, സുമോമോ, എന്തെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നതിലെല്ലാം ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഈ ലബൂബു. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്നും തുടങ്ങിയ ഒരു ട്രെൻഡല്ല ഈ സാധനം. നേർക്ക് പറഞ്ഞാൽ ഈ ഒരു സംഭവം 2015 മുതലേ ഉണ്ട്. പക്ഷേങ്കിൽ 2013 ചൈനീസിൻ്റെ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു പോപ്പ് മാർട്ട് ഉണ്ട്. ആ പോപ്പ് മാർട്ട് ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത് കൂടുതൽ കുറച്ചുകൂടി ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. എന്നതിന് ശേഷവും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതായത് 2019 മുതലേ ഇതെല്ലാം ഉണ്ട്. പക്ഷെ 2024 ആകുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സൗത്ത് കൊറിയൻ ബാൻഡ് ഉണ്ട് നമ്മുടെ ഈ ഒരു പോപ്പ് സിംഗേഴ്സ് ഉള്ള. അതിലുള്ള ഒരു ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ബ്ലാക്ക് പിങ്ക് 4 ഗേൾസ് ഉള്ള. അപ്പോൾ അതിലുള്ള ഒരു ലിസ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, അവൾ ഈ നമ്മുടെ ലബൂബു യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസെല്ലാം കൂടുതലായിട്ട് അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കും. അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറേ ആൾക്കാർ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവൾ പിന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന, അപ്പം ആൾക്കാർക്കിടയിൽ അതൊരു ട്രെൻഡായി വളരാൻ തുടങ്ങി. അങ്ങനെ 2024 മുതലേ തുടങ്ങി 2025 അത് ഭയങ്കരമായിട്ട് അതിൻ്റെ വളർച്ച ഇൻക്രീസ് ചെയ്ത് ഒരുപാട് പൈസ ഈ ഒരു പോപ്പ് മാർട്ട് എന്ന് പറഞ്ഞ കമ്പനിക്കൊക്കെ ലാഭം കിട്ടി. ഇവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് ഇവർ ആ ഒരു സ്റ്റോർ വഴിയാണ് നമുക്കിത് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഇവർ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ ഇല്ലാണ്ടായിട്ട് അവസാനം അവർ ഇങ്ങനെ ഒരു സംഭവം വെച്ചു. ഒരാൾക്ക് ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് തുടങ്ങി. അത്രക്കും ഇത് ഫേമസ് ആയി. അത്രയും ആൾക്കാർ ഇത് വാങ്ങാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ഒരു നാട്ടിലെല്ലാം ഇപ്പം ആൾക്കാർ കുറച്ച് അറിഞ്ഞിട്ട് ഇപ്പം വാങ്ങുന്നതും സ്റ്റാറ്റസ് ഇടുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങുന്നത് പൊതുവേ 3 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന്, നമുക്കറിയാം എന്തായാലും ഈ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർ, അവരിങ്ങനെ വാങ്ങിയിട്ടുണ്ട്, അവളിങ്ങനെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇത് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവം ഒരു മിസ്റ്ററി ബോക്സ് ആണ്. അതായത് നമുക്കിത് നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്കിത് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് കളറിലും ഇപ്പം 2025 ആകുമ്പോൾ അതിൽ 300ഓളം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഇത് ഒരുപാട് കളറിലുണ്ടാവും, ഒരുപാട് ഡ്രസ്സസിലുണ്ടാവും. അപ്പം അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ വാങ്ങുന്ന സാധനം ഏതാണെന്ന് നമ്മൾ ആ ഒരു ബോക്സ് തുറന്ന് നോക്കുന്ന മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതൊരു മിസ്റ്ററി ബോക്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയം മാത്രമേ അറിയൂ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല നമുക്ക് കിട്ടിയേ. ചിലപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് വേറെ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന കളർ നമുക്ക് കിട്ടി, ഇനി ബാക്കിയുള്ള കളർ കൂടി കളക്ട് ചെയ്യണം, അങ്ങനെ വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തേതെന്ന് വെച്ചാൽ, ഇത് സംഭവം അങ്ങനെ ചെറിയൊരു ഡോളും അങ്ങനെയുള്ള ഒരു സംഭവമാണെങ്കിലും ചെറിയതല്ല, വലിയ സൈസും ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമാണ്. പോപ്പ് മാർട്ടിൽ ഇത് വാങ്ങുമ്പോൾ നേർക്ക് പറഞ്ഞാൽ നല്ല പൈസ കൊടുത്ത്, ഏകദേശം ചെറിയൊരു ഡോളിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 4000 5000 ആ ഒരു റേഞ്ചിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ചെറുതെന്ന് വെച്ചാൽ 3 ഇഞ്ചിൻ്റെ ഒരു $15, ഏകദേശം 2000 രൂപക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. 31 ഇഞ്ചിൻ്റെതാകുമ്പോൾ $960. $960 എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് 82,000 അത്ര ഇന്ത്യൻ റുപ്പീസായി. 82,000 ഒരു ഡോളറിന്. പിന്നെ അതും പോരാഞ്ഞിട്ട് $17,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പിന്നെ വലിയൊരു സൈസുള്ള ഒരു സാധനമുണ്ട്. അത് 4 ഫൂട്ടിൻ്റെയാണ്. അതാണ് ഇപ്പം വെച്ചാൽ ഏറ്റവും വലുത്. അത് എന്നല്ല വെച്ചാൽ കോടിക്കണക്കിന് പൈസ ഒക്കെ വാങ്ങേണ്ടതാണ്.
അപ്പോൾ ഇത് വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം ചില ആൾക്കാർ ഇത് ചെറിയ പൈസേൻ്റെ എല്ലാം വാങ്ങിയിട്ട് റീസെൽ ചെയ്യാൻ വാങ്ങുന്ന ടൈപ്പാണ് വേറൊരു ആൾക്കാർ. അതായത് നമ്മൾ ഇന്ന പൈസയ്ക്ക് ഇത് വാങ്ങുന്നു, എന്നിട്ട് അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ വേറൊരു പൈസയ്ക്ക് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അത് വേറെ പൈസയ്ക്ക് അത് സെല് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇത് വാങ്ങുന്നവരുണ്ടാവുക. ഭൂരിഭാഗം ആൾക്കാരും ഈ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അവൾ വാങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വാങ്ങുന്നതെന്ന് പോലും അറിയാഞ്ഞിട്ട് വാങ്ങുന്ന ആൾക്കാരായിരിക്കും. ഇതിപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം അത്യാവശ്യം വില കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങുക. നേർക്ക് ഇതിൻ്റെ ഒറിജിനൽ സാധനത്തിന് ഇത്ര വിലയുണ്ട്, പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ അത്യാവശ്യം വില കൊടുത്ത് നമ്മൾ വാങ്ങും. ചില കുട്ടികളെല്ലാം കാണുമ്പോഴിത് വേണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ ചെറിയ കുട്ടികൾ ഇത് വാങ്ങിപ്പിക്കുകയും ചെയ്യും അച്ഛനും അമ്മേനും കൊണ്ടൊക്കെ. അപ്പം ഈ ഒരു സാധനം പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത, ഞാനിവിടെ ഫോട്ടോ എടുക്കാം, അപ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഈ ഒരു സാധനം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു സാധനം വാങ്ങേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ കാണാനും വലിയ ഇതൊന്നുമില്ല. ടെഡി ബെയർ ആണെങ്കിൽ പിന്നെയും കാണാൻ കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെന്ന് വിചാരിക്കാം. ഓരോരുത്തർക്ക് ഓരോരോ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ല, എന്നാലും വലിയൊരു നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അതിൽ കാണാനില്ല. അങ്ങനെ കാണുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെയൊരു വില കൊടുത്ത് പൈസയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ആൾക്കാരുണ്ടാവും. അവർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, പൈസ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവരിഷ്ടത്തിന് വാങ്ങാമെന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് പറയുക. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം വാങ്ങേണ്ട കാര്യമുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറയാത്ത വല്ല കാര്യങ്ങളും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയോ എന്നാൽ അതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.